ഹലോ നമസ്കാരം, ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഇന്ത്യൻ ഗ്യാസ് കണക്ഷൻ്റെ EKYC വീഡിയോയുമായി ബന്ധപ്പെട്ട കമൻറ്റ് ബോക്സിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതുവരെ EKYC പൂർത്തിയാക്കാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കണം. ആധാർ ഫേസ് RD ആപ്പ് പലർക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് പ്രധാന വിഷയം. ആൻഡ്രോയിഡ് 9 അതിന് മുകളിലുമുള്ള ഫോണുകളിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ആപ്പിൻ്റെ ഡീറ്റെയിൽസിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രിയ സബ്സ്ക്രൈബേഴ്സ് അറിയിച്ചത് വെച്ച് സാംസങ്ങിൻ്റെയും നോക്കിയയുടെയും ഫോണുകളിൽ ആൻഡ്രോയിഡ് 14 പോലും ഈ ആപ്പ് ലഭിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ മറ്റുള്ള മിക്ക ഫോണുകളിലും ലഭിക്കുന്നുണ്ട്. അതിനാൽ മറ്റ് കമ്പനികളുടെ ഫോണിൽ ആദ്യം തന്നെ ഈ ആപ്പ് ഡൗൺലോഡ് ആകുമോ എന്ന് നോക്കിയതിനു ശേഷം മാത്രം EKYCയിലേക്ക് കടക്കുന്നതാവും നല്ലത്. ആപ്പ് സപ്പോർട്ട് ആകാത്ത ഫോണിൽ ഇത്തരത്തിലും സപ്പോർട്ട് ആകുന്നവയിൽ ഇങ്ങനെയുമാകും കാണാൻ സാധിക്കുക. ആപ്പ് ഡൗൺലോഡ് ആയാലും ആപ്പിന്റെ ഐക്കൺ ഫോണിൽ കാണാൻ സാധിക്കില്ല എന്നത് പ്രത്യേകം ഓർക്കണേ. മുഖം സ്കാൻ ചെയ്യുമ്പോൾ എറർ കാണിക്കുന്നത്. കുറച്ച് നിർദ്ദേശങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നല്ല ലൈറ്റ് ഉള്ളിടത്ത് നിന്ന് നിഴലടിക്കാത്ത പോലെ സർക്കിളിനുള്ളിൽ മുഖം മുഴുവനായും കാണാവുന്ന പോലെയും നിന്നാൽ മതി. മുഖം കവർ ചെയ്യുന്ന സൺഗ്ലാസോ മറ്റോ ഒന്നും പാടില്ല. സ്ക്രീനിൽ കണ്ണ് ചിമ്മാനുള്ള നിർദ്ദേശം വരികയും സർക്കിളിന് ചുറ്റും പച്ച ഔട്ടർ ലൈൻ ആവുകയും ചെയ്യുമ്പോൾ 1-2 വട്ടം കണ്ണ് ചിമ്മി കൊടുത്താൽ മതി. വിദേശത്തുള്ളവർക്ക് ഈ ആപ്പുകളൊന്നും ലഭിക്കാത്തത് സെക്യൂരിറ്റി റീസൺസ് കാരണമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ ആപ്പുകളൊന്നും ഉപയോഗിക്കാൻ സാധിക്കാത്തത്. നാട്ടിൽ റേഷൻ കാർഡിലുള്ള മറ്റൊരു വ്യക്തിയുടെ പേരിലേക്ക് കണക്ഷൻ മാറ്റുന്നതാണ് നല്ലത്. KYC സ്റ്റേറ്റസിൽ ഗ്രീൻ ടിക്ക് ഉണ്ടെങ്കിലും ReKYC ചെയ്യേണ്ടതാണ് നല്ലത്. കാരണം KYC വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനെയാണ് ReKYC എന്ന് പറയുന്നത്. ഇക്കാര്യം ഉറപ്പുവരുത്തണമെങ്കിൽ ഉറപ്പായും ഗ്യാസ് ഏജൻസിയിൽ വിളിച്ച് മസ്റ്ററിങ്ങിന്റെ സ്റ്റേറ്റസ് ചോദിച്ചാൽ അറിയാൻ സാധിക്കും. ReKYC ഓപ്ഷൻ കാണുന്നില്ല. ചിലപ്പോൾ ഇത് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ മാത്രമാകാം. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ലോഗിൻ ചെയ്ത് നോക്കുക. വീണ്ടും അങ്ങനെ തന്നെ കാണുകയാണെങ്കിൽ ഗ്യാസ് ഏജൻസിയിൽ വിളിച്ച് ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. EKYC പൂർത്തിയായാൽ മറ്റെന്തെങ്കിലും അറിയിപ്പുകൾ ലഭിക്കുമോ? തീർച്ചയായും SMS ആയും മെയിലായും നമുക്ക് അറിയിപ്പുകൾ ലഭിക്കും. ഫോണിലൂടെ ചെയ്താൽ വീണ്ടും ഗ്യാസ് ഏജൻസിയിൽ പോകണോ? വേണ്ട. കൃഷ്ണമണി സ്കാൻ ചെയ്തോ കൈവിരൽ പതിപ്പിച്ചുമാണ് മസ്റ്ററിംഗ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ആധാർ ഫേസ് RD ആപ്പ് ഉപയോഗിച്ചതും അതിനാലാണ്. EKYC സക്സസ്ഫുൾ ആയി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്യാസ് ഏജൻസിയിൽ പോകേണ്ടതില്ല. എന്നിരുന്നാലും ഗ്യാസ് ഏജൻസിയിൽ വിളിച്ച് EKYC സ്റ്റേറ്റസ് ഓക്കെ ആണോ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അറിയാൻ സാധിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്കുണ്ടായ സംശയങ്ങൾക്ക് മറുപടി തന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യണേ. അതേപോലെ വേണ്ടപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്